ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വില്ലേജർ ബ്രീഡർ പണിയാനാണ്. സോ മറ്റേ ചെറിയ സൈസ് ഒരു വില്ലേജർ ബ്രീഡറാണ്. നമുക്ക് റെയിലൊന്നും നമ്മൾ ഒപ്പിച്ചില്ല. വില്ലേജർ ബ്രീഡർ റെഡിയാക്കിയിട്ട് നമുക്കൊരു അയൺ ഫാം പറ്റുമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇന്നല്ല, വരുന്ന എപ്പിസോഡുകളിൽ. ഓക്കെ, ഇനി ഇവന്മാരെ ഇവിടെ കയറ്റണം. അതിന് നമുക്ക് ചെറിയൊരു പ്ലാറ്റ്ഫോം അങ്ങ് പണിയാം. നമ്മളുടെ അടുത്ത് ആ കളി. അത് നമുക്ക് കയ്യിരിക്കുന്ന ഐറ്റം അങ്ങ് കൊടുത്തേക്കാം. പിടി 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 എടുത്തോ പിള്ളേരെ ഉണ്ടാക്കിയാൽ മതി. അയ്യോ, ഇൻവെന്ററി മൊത്തം ബ്രെഡ് കൊണ്ട് നടക്കേണ്ട വരും. എടാ, ഞാൻ തടച്ചല്ലടാ, പിന്നെങ്ങനെയാടാ ഞാൻ അതിനകത്തോടെ വീണേ? ഞാൻ ഇവിടെ എങ്ങനെ എസ്കേപ്പ് അടിക്കുന്ന? എടാ കുഞ്ഞെ പോവല്ലടാ മോനെ. കയറിക്കേ, അകത്തോട്ടൊന്ന് കയറിക്കേ. കുഞ്ഞെ കഷ്ടപ്പാടാടാ മോനെ. നീ അണ്ണാനി ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ. വിരലൊക്കെ മാറുന്നു. എടാ ഇറങ്ങിപ്പോവല്ലടാ പിള്ളേരെ. നിങ്ങളിങ്ങോട്ടൊന്ന് കയറിക്കേ. ഞാൻ പറയട്ടെ, ഇതുപോലെ വട്ട് പിടിച്ച കേസ് കയറില്ല. ഇനി ഇതിനകത്ത് പോയി കയറി കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ കുഴി വീഴും. അതിനെനിക്ക് താല്പര്യമില്ല. എടാ പോയി. അയ്യോ, ഞാൻ ഇവന്മാരെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, യെസ്, ഫൈനലി നമ്മൾ അവന്മാരെ മൊത്തം അതേ കയറ്റി. ഇനി വയ്യ. ഇവന്മാർ ഒരു കാരണവശാലും ഇറങ്ങിപ്പോകാൻ പാടില്ല. കുറേ നേരം എടുത്തു ഗൈസ്, ഇവന്മാർ വില്ലേജർ ഇമാര് തൊല്ല പിടിച്ച വിധങ്ങൾ വേറെ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ കളിക്കുന്ന പാട് എനിക്കറിയാം. അതാണ്ട് ഒരു വില്ലേജർ പിശാചിവന്മാർ ഇതുവഴി ചാടി പോകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഗുഡ് ജോബ്. അല്ല, നമുക്ക് ഇതിൻ്റെ ടോപ്പെല്ലാം ജസ്റ്റ് മറയ്ക്കായിരുന്നാണ്. ഗ്ലാസ് ഇപ്പം ഇല്ല. നമുക്ക് ഗ്ലാസ് സെറ്റ് ചെയ്യുന്നവരെ നാളെ ഇത് ഗ്ലാസ്സൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അല്ല, ഗ്ലാസ് വേണ്ട. ഇല്ല, ഇവന്മാർ ഇതുവഴി എസ്കേപ്പ് ആവുന്നത്. ഇതൊക്കെ ആരുടെ? ഗ്ലാസ് വേണ്ട. വഴിയുണ്ട്. നമുക്ക് ഫെൻസ് വെച്ച് പൂട്ടാം. ഫെൻസ് കയറ്റി വെക്കാമല്ലോ. ഈ വില്ലേജർ ബ്രീഡർ കൊണ്ട് നമുക്ക് നിർത്താൻ കഴിച്ച് വെട്ടല്ലി വേദനിക്കുന്നുണ്ട്. ഇവിടാണ് ഞാൻ ആദ്യം പണിയാൻ ഇരുന്നത് വില്ലേജർ ബ്രീഡർ. ഇവിടെ ഒന്ന് ടെറാഫോം ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. ഞാൻ ഒരു സ്പീഡ് റൺ ചെയ്താലോ എന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കൊളാബറേഷൻ സ്പീഡ് റൺ. പക്ഷേ ഡൗട്ട് ഉണ്ടാവും, ഇത് തന്നെ ഇത്രയും ചാവുകയാണെ പിന്നെ സ്പീഡ് റൺ എന്തായിരിക്കുന്നത്? ആ ഡൗട്ട് എനിക്കുണ്ട്. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമല്ലോ. എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. നോക്കാം ഗൈസ്. എന്തായാലും അതൊന്നും കൂടെ ഒന്ന് നോക്കണം. ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. നമുക്ക് ട്രൈ ചെയ്യാം. മഗത വരുന്നതിന് മുമ്പ് ഈ കീബോർഡും മൗസും ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ
അതും അങ്ങോട്ട് ഇത് മാക്സിമം ആവുന്നില്ല. നമുക്ക് അതിലൊക്കെ ഞാൻ മിക്കവാറും ഫിംഗർ വെച്ചിട്ടായിരിക്കും കളിക്കുക. പാടാണേ, നോക്കണേ അതൊക്കെ. ഓനോ സോംബിക്കും ക്രിപ്പറിന് സുഖമായിട്ടാണ്. അതെന്തായാലും ഞാൻ മാനേജ് ചെയ്യും. ഒരിടത്ത് ഗേറ്റ് വെക്കണം. നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇതുവഴിയാണ് വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു വേണ്ടി വരും. ഇങ്ങനെ വേണ്ട, ആ പടി. ഓക്കെ, ഇത് മതി. 1 2 3 4 5. ഇവിടുത്തെ കുറച്ചങ്ങ് ചെത്തിക്കളഞ്ഞാൽ ടെറാഫോം ചെയ്യാം. വൈസ് നമ്മുടെ വില്ലേജർ ബ്രീഡർ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം 1 2 3 4 5 6 7 പിള്ളേരായിട്ടുണ്ട്. അല്ല 3 6 7 ഓക്കെ 7 പിള്ളേരുണ്ട്. ഒരുത്തന് 12 ആറ്റേ ഉള്ളൂ. ഞാൻ അവനെ കൊല്ലാൻ നോക്കി, മറന്നില്ല. സോ ഇവിടെ നല്ലപോലെ വർക്കിംഗ് ആണ്. ഓക്കെ, ഇനിയും ഫുഡ് കൊടുക്കുമ്പോൾ ഇനിയും അവന്മാർ ബ്രീഡാക്കും. നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് നാളെ ഒരു മോബ് ഫാം സെറ്റ് ചെയ്യാം. അപ്പോഴേക്കും എന്നിട്ട് നമുക്കൊരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ജീവിച്ചിരുന്നുള്ള കാര്യമാണേ. ജീവിച്ചിരിക്കുക നമ്മളിപ്പോൾ തന്നെ മറ്റേ ഹാർഡ് കോറൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ടോപ്പാണ്. നമ്മൾ അതിലാണെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ അയൺ ആർമർ പോലും ആവുന്നതിന് മുമ്പ് ചത്ത്. ഇതിലങ്ങനെ ഇല്ല. ഇതിൽ നമ്മൾ ഡയമണ്ട് വരെയായി. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ച് കളിക്കണം. അത് മാക്സിമം ഞാൻ കൈ വെച്ച് കളിച്ചേ. ഇതിപ്പോൾ ഡയമണ്ട് ആർമർ ആയതുകൊണ്ടാണ് ഞാനിപ്പം കീബോർഡ് മൗസ് എടുത്ത് കളിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കളിയൊക്കെ കണ്ടല്ലോ ഗൈസ്. സ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് പോയേക്കാം. പോവല്ല, നമുക്ക് ഇനി പ്രത്യേകിച്ച് പരിപാടിയില്ല. അപ്പോൾ വില്ലേജർ ബ്രീഡർ സെറ്റായി. ഓക്കെ, അപ്പം വേണ്ടേ വില്ലേജർ ബ്രീഡറിൻ്റെ അടുത്ത് നിന്ന് തന്നെ പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു മോബ് ഫാമിൻ്റെ വീഡിയോ ആയിരിക്കും മിക്കവാറും ഹാർഡ് കോർ. സോ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.